പ്രിയരെ നമസ്കാരം. 2026 മെയ് 4 പുറത്തുവന്ന കേരള നിയമസഭാ ജനവിധിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ LDF സർക്കാരിന് കേവലം 35 സീറ്റിന്റെ വമ്പൻ തകർച്ചയും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന് 102 സീറ്റിന്റെ സർവകാല റെക്കോർഡുകൾ തകർത്ത സ്വപ്നതുല്യമായ വിജയവുമാണ് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരള ജനത സമ്മാനിച്ചത്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ ഈ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും പാർട്ടി അണികളെപ്പോലും കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങളും ക്രിയാത്മക വിമർശനങ്ങളും ഉൾക്കൊള്ളാനും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെറ്റുകൾ സമയാസമയങ്ങളിൽ തിരുത്താനും മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും തയ്യാറാകാതിരുന്നതാണ് ഒരു പ്രധാന പരാജയ കാരണമായി പൊതുജനം വിലയിരുത്തുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയത പറയാൻ മാത്രം വായ തുറക്കുന്ന വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിയും ഷാഫി പറമ്പിലിനെയും ഫാത്തിമ തഹ്ലിയയെയും ജമാഅത്തെ ഇസ്ലാമിയെയും മറപിടിച്ച് വ്യാപകമായി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചും മൃദു ഹിന്ദുത്വ വർഗീയതയെ ലജ്ജാകരമായി പ്രോത്സാഹിപ്പിച്ചും വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ടു നേടാൻ മുഖ്യമന്ത്രി സഖാവ് പിണറായിയും CPM നേതൃത്വവും ശ്രമിച്ചത് സാക്ഷര മതേതര കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു. ഇതിന്റെ ദുരന്ത ഫലമാണ് LDFന്റെ 3 വിലപ്പെട്ട സിറ്റിംഗ് സീറ്റുകൾ തന്നെ പിടിച്ചെടുത്ത് കേരളത്തിൽ വേരുറപ്പിക്കാൻ സംഘീ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി അവസരം ലഭിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ ന്യൂനപക്ഷ ഏകീകരണത്തിനപ്പുറമുള്ള പാർട്ടി അണികളടക്കമുള്ള മതേതര കേരള ജനതയുടെ നീതി നിഷേധത്തിനെതിരായ ഏകീകരണമാണ് പിണറായി സർക്കാരിനെ വമ്പൻ പരാജയത്തിലേക്ക് മറിച്ചിട്ടത്. വിശദമായി നമുക്ക് പരിശോധിക്കാം. 1. മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ സ്വേച്ഛാധിപത്യ സമീപനങ്ങളും ജനങ്ങളോടും പത്രക്കാരോടും പ്രകടമായ കടക്ക് പുറത്ത് ധാർഷ്ട്യവും. നല്ല പ്രകടനം കാഴ്ചവെച്ച MLA-മാർക്ക് പോലും ഈ കാരണം അവരുടെ സാധ്യതകളെ ദോഷകരമായി ബാധിച്ചു. 2. ജനങ്ങൾക്ക് മടുത്ത വൃദ്ധമുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3-ാം ഉഴവും അടിച്ചേൽപ്പിക്കപ്പെട്ടത്. CPM-ന് ശൈലജ ടീച്ചറെ പോലെ ജനസമിതിയും പരിചയ സമ്പത്തും നേതൃപാടവവും ഉള്ള നേതാക്കളും യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള നേതാക്കളും ഒരു പിടി ഉണ്ടായിട്ടും അവരെ എല്ലാം തഴഞ്ഞ് ആവർത്തന വിരസമായ വൃദ്ധമുഖം തന്നെ 3-ാം തവണയും ഉയർത്തിക്കാണിച്ചത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു. 3. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ യുവ നേതൃത്വത്തിലുള്ള 5 വർഷത്തെ UDFന്റെ ഒറ്റക്കെട്ടായ ക്രിയാത്മക പ്രതിപക്ഷ ഇടപെടലുകൾ. VD സതീശന്റെ ചുറുചുറുക്കും പക്വതയാർന്ന പുതു നേതൃത്വവും പ്രതിപക്ഷത്തിന് പുത്തനുണർവും ഊർജവും ജനങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷയും നൽകി. വെള്ളാപ്പള്ളിയും പാലാ ബിഷപ്പും സുകുമാരൻ നായരും പലപ്പോഴായി ഉയർത്തിയ സങ്കുചിത വിഭജന രാഷ്ട്രീയത്തെയും വർഗീയ ചാപ്പകുത്തലുകളെയും സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ആർജവമുള്ള നിലപാടുകൾ കൊണ്ട് നേരിടുന്നതിൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ വിജയിച്ചു. നിയമസഭയ്ക്കകത്തും പുറത്തും 5 വർഷം വിശ്രമമില്ലാതെ സർക്കാരിനെതിരെ നീതിപൂർവകമായ നിലപാടുകളിൽ ഉറച്ചുനിന്ന് ശക്തമായി പ്രതിപക്ഷ പോരാട്ടം നയിക്കുവാൻ VD സതീശനും UDFനും കഴിഞ്ഞു. 4. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും കേരള പോലീസും സംഘീ വർഗീയവാദികളുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും ആണെന്ന അതീവ ഗൗരവമേറിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്നും മാത്രമല്ല നിഷ്പക്ഷ ജനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും വരെ ഉണ്ടായത്. CPM മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ സംസ്ഥാന ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ADGP MR അജിത് കുമാർ തന്നെ 2023 മെയ് 22-ന് ഔദ്യോഗിക വാഹനത്തിൽ ചെന്ന് തൃശൂരിലെ പ്രമുഖ ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ RSS അഖിലേന്ത്യാ സീനിയർ നേതാക്കളായ ദത്താത്രേയ ഹൊസബാലയെയും 2023 ജൂൺ 2-ന് റാം മാധവിനെയും കണ്ട് രഹസ്യ ചർച്ചകൾ നടത്തിയതും അതേ ADGPയും തൃശൂർ SP-യും ചേർന്ന് തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന് BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 2024 തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവസരമൊരുക്കിയെന്ന ഗുരുതര ആരോപണവും കേരള പോലീസ് സംഘ് പരിവാർ വർഗീയ ബന്ധത്തിന് വ്യക്തമായ തെളിവുകളാണ്. മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്ക് മതവർഗീയ സംഘടന അഖിലേന്ത്യാ നേതാക്കളെ കണ്ട് ചർച്ച നടത്താൻ കഴിയില്ലെന്നിരിക്കെ CPM മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ ADGPക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. 5. LDFിലെ മുഖ്യ സഖ്യകക്ഷിയായ CPIയുടെ അഖിലേന്ത്യാ വനിതാ നേതാവായ ആനി രാജയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും പലപ്പോഴായി കേരള പോലീസിലെ RSS സ്വാധീനം എന്ന ഗുരുതര വിഷയം ഉന്നയിച്ചിരുന്നു എന്നത് മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. CPM സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറും ഇതേ ആരോപണം ശക്തമായി ഉന്നയിച്ചിട്ടും പ്രസ്തുത ADGPക്കെതിരെ യാതൊരു നടപടിയും മുഖ്യമന്ത്രി എടുത്തില്ലെന്നും മാത്രമല്ല അതിന്റെ പേരിൽ MLA-യെ LDFിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് ആഭ്യന്തര വകുപ്പും സംഘീ വർഗീയവാദികളുടെ നിയന്ത്രണത്തിലാണെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുന്നു. പോയിന്റ് നമ്പർ 6.
കേന്ദ്ര സർക്കാരിന്റെ അന്യായ CAA-ക്കെതിരായ പൗരത്വ പ്രക്ഷോഭങ്ങളുടെ പേരിലും വികസനത്തിന്റെ മറവിൽ അശാസ്ത്രീയവും അന്യായവുമായ ഭൂമി പിടിച്ചെടുക്കലിനെതിരെ നടന്ന സമരങ്ങളുടെ പേരിലും വർഗീയ വിഭജനത്തിന്റെ സങ്കുചിത രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയും മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നാകെ പലപ്പോഴും വർഗീയ തീവ്രവാദത്തിന്റെ ചാപ്പയടിക്കുന്ന അതീവ ഗുരുതരമായ തെറ്റ് മുഖ്യമന്ത്രി പിണറായിയും പല പ്രമുഖ CPM നേതാക്കളും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒന്നാകെയുള്ള കടുത്ത അതൃപ്തിക്ക് കാരണമായി. 7. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിലുണ്ടായ 2 വർഷത്തോളമായ ഗുരുതരമായ വൈകലും വീഴ്ചകളും അഴിമതിയും. ഒരു സംസ്ഥാനത്ത് ഒരു പ്രകൃതി ദുരന്തമോ അപകടമോ സംഭവിച്ചാൽ ആ ദുരന്ത ബാധിതരെ എത്രയും വേഗം ഉചിതമായി പുനരധിവസിപ്പിക്കേണ്ട നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം അതാത് സംസ്ഥാന സർക്കാരിനാണ്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം 2024 ജൂലൈ 30-നായിരുന്നു. ഏകദേശം 298 പേർ മരണപ്പെടുകയും വീടുകളും സ്കൂളുകളും കടകളും ഓഫീസുകളും അടക്കം 1500-ലധികം കെട്ടിടങ്ങൾ തകരുകയും ചെയ്ത ഈ വൻ പ്രകൃതി ദുരന്തത്തിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനായി കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകമൊട്ടുക്കുമുള്ള മലയാളികൾ 774 കോടി രൂപ സംഭാവന നൽകിയിരുന്നു. കർണാടക കോൺഗ്രസ് സർക്കാർ 20 കോടിയും DYFI 20 കോടിയും നൽകി. കേന്ദ്രത്തിൽ നിന്ന് ദീർഘകാല വായ്പയായി 529 കോടി കടമെടുത്തു. മറ്റ് പല സംസ്ഥാന സർക്കാരുകളും കോടികൾ കേരള സർക്കാരിന് സംഭാവന നൽകി. ഏറ്റവും ചുരുങ്ങിയത് 1300 കോടിയിലധികം രൂപ ദുരന്ത ബാധിതരെ സഹായിക്കാനായി സർക്കാരിന് ലഭിച്ചപ്പോൾ 410 വീടുകളും സ്കൂളും ആശുപത്രിയും ഷോപ്പിംഗ് കോംപ്ലക്സും അടങ്ങിയ ടൗൺഷിപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതീർത്ത് വീട് നഷ്ടപ്പെട്ട 410 ദുരന്ത ബാധിതർക്ക് എത്രയും വേഗത്തിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. 2026 മാർച്ച് 1-ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 410-ൽ 178 വീടുകളുടെ പണി പൂർത്തിയായി ദുരന്ത ബാധിതർക്ക് കൈമാറുന്ന ഔദ്യോഗിക ചടങ്ങ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ബാക്കി 232 വീടുകൾ അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ പണി പൂർത്തിയാക്കി അർഹരായവർക്ക് കൈമാറുമെന്നും LDF സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ കാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 2026 ഏപ്രിൽ അവസാനമായിട്ടും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 21 മാസം കഴിഞ്ഞിട്ടും പണി പൂർത്തിയായെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈമാറിയ 178 വീടുകളിൽ ഒന്നിൽ പോലും ദുരന്ത ബാധിതർക്ക് ഇതുവരെ താമസം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാർത്ത മലയാളിയെ ലജ്ജിപ്പിക്കുന്നതാണ്. കാരണം വീട് പണികൾ കഴിഞ്ഞിരുന്നില്ല, ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷനുകൾ പൂർത്തിയായിരുന്നില്ല, നൽകിയ വീടുകൾ ഇതുവരെയായും താമസയോഗ്യമായിട്ടില്ല. എല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരുന്നു. ദുരന്ത ബാധിതർക്ക് കൈമാറുന്ന ടൗൺഷിപ്പിന്റെ മൊത്തം ചിലവ് ഏകദേശം 300 കോടിക്കടുത്താണെന്ന് കണക്കാക്കുമ്പോൾ സർക്കാരിന് ലഭിച്ച 1300 കോടിയിലധികം രൂപയിൽ ബാക്കി കോടികൾ എവിടെ പോകുന്നു എന്നത് വലിയൊരു അഴിമതിയുടെ സാധ്യത തുറന്നു കാട്ടുന്നു. ഇതിനിടെ പ്രതിപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗ് അവരുടെ പ്രവർത്തകരിൽ നിന്ന് പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് ചുരൽമല ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളിലെ 51 വീടുകളിൽ 2026 ഏപ്രിൽ 27-ന് ദുരന്ത ബാധിതർ താമസം തുടങ്ങിയെന്നത് ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. 100 കണക്കിന് കോടികൾ സംഭാവന ലഭിച്ച എല്ലാ അധികാരങ്ങളുമുള്ള ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട 10 വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു കൊച്ചു പ്രതിപക്ഷ പാർട്ടി ചെയ്തു കാണിക്കുന്നു എന്ന് സാരം. പോയിന്റ് നമ്പർ 8. പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ഗുരുതര അഴിമതി കേസുകളും ആരോപണങ്ങളും. പാവപ്പെട്ടവർക്കുള്ള ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി അഴിമതി ആരോപണം, അതിലെ വിദേശ ധനസഹായ കരാറുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, ഇടനിലക്കാരുടെ ഇടപെടലുകൾ എന്നിവയായിരുന്നു വിഷയങ്ങൾ. മറ്റൊന്ന്, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള AI ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രോജക്റ്റിലെ അഴിമതി ആരോപണം. ടെൻഡർ ക്രമക്കേട്, യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന കരാർ തുക, ബന്ധുക്കൾക്ക് അമിത ലാഭം എന്നിവയായിരുന്നു വിഷയങ്ങൾ. മറ്റൊന്ന്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നയതന്ത്ര ബാഗേജിൽ സ്വർണം കള്ളക്കടത്ത് കേസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറും അദ്ദേഹത്തിന്റെ പെൺസുഹൃത്ത് സ്വപ്ന സുരേഷും പ്രധാന പ്രതികളായി ജയിലിലായ കേസിൽ NIA-യും ED-യും വരെ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനൽ അന്വേഷണ നിഴലിൽ വന്നു. മറ്റൊന്ന്, തൃശൂർ ജില്ലയിലെ CPM ഭരണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ്. അടുപ്പക്കാർക്ക് വ്യാജരേഖകൾ വെച്ച് മതിയായ ജാമ്യമില്ലാതെ വൻ തുകകൾ ലോൺ, ബിനാമി ലോൺ തിരിച്ചടയ്ക്കാതെ വന്നതോടെ ബാങ്കും സാധാരണക്കാരായ നിക്ഷേപകരും പ്രതിസന്ധിയിൽ. ബാങ്ക് ഭരണസമിതി നേതൃത്വത്തിലുള്ള പ്രാദേശിക CPM നേതാക്കൾക്കും CPM മുൻ മന്ത്രി AC മൊയ്തീനുമെതിരെ ED അന്വേഷണം നടക്കുന്നു. മേൽപ്പറഞ്ഞ അതീവ ഗൗരവമേറിയ അഴിമതി കേസുകളും ആരോപണങ്ങളും പിണറായി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് കാതലായ കോട്ടം വരുത്തി. 9. വെള്ളാപ്പള്ളിയുടെയും പാലാ ബിഷപ്പിന്റെയും കടുത്ത മുസ്ലിം വിരുദ്ധ വർഗീയ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുവാനോ ആരോപണങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടാനോ മുഖ്യമന്ത്രി പിണറായിയോ LDF സർക്കാരോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയെയും പാലാ ബിഷപ്പിനെയും അന്യായമായി ന്യായീകരിക്കാനും CPM നേതൃത്വം മടിച്ചില്ല. പ്രത്യേകിച്ച് വർഗീയ വിഷലിപ്തവും സംസ്കാരശൂന്യവുമായ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന വെള്ളാപ്പള്ളിയെ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കാതെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേറ്റ് കാറിലും പൊതുവേദികളിലും എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത്.
അതുവഴി വർഗീയ വിഭജന രാഷ്ട്രീയത്തിലൂടെ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ CPM ശ്രമിച്ചു എന്ന ആരോപണം ഉയർന്നു. ഇതെല്ലാം 26.56% വരുന്ന കേരള മുസ്ലിം ന്യൂനപക്ഷത്തിൽ പരക്കെ പിണറായി സർക്കാരിന്റെയും CPM-ന്റെയും വിശ്വാസ്യത തകർത്തു. പോയിന്റ് 10. അന്യായ 80:20 ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാത വിവാദത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ LDF സർക്കാരിൽ നിന്ന് അനർഹമായ ആനുകൂല്യങ്ങൾ നേടുന്നു എന്ന കള്ളവർഗീയ പ്രചരണവും ഹൈക്കോടതി കേസും 2021-22 നടന്നപ്പോൾ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിലും കോടതിയിലും വെളിപ്പെടുത്താതെ നിശബ്ദരായി പിണറായി സർക്കാർ വിഭജന രാഷ്ട്രീയം കളിച്ച് സ്വാർത്ഥലാഭം കൊയ്യാൻ ശ്രമിച്ചത് ന്യൂനപക്ഷങ്ങളിൽ കടുത്ത അവിശ്വാസവും അതൃപ്തിയും വളർത്തി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, തൊഴിൽ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനും 2005 ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളമടക്കം ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിലെ വളർച്ചാ നിരക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കാൾ വളരെ പിറകിലാണ്. അതിനാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചും കേരളത്തിൽ അത് നടപ്പാക്കാൻ 2007 രൂപീകരിച്ച പാലോളി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരവും കേരളമടക്കം ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും അവരെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും വേണ്ടി അവർക്ക് പ്രത്യേകമായി തന്നെ മുസ്ലിം വിദ്യാർത്ഥി സ്കോളർഷിപ്പ്, മത്സര പരീക്ഷകൾക്കും PSC, UPSC പരിശീലനത്തിനും മുസ്ലിം സ്റ്റുഡൻസ് കോച്ചിംഗ് സെന്ററുകൾ, തൊഴിൽ സ്വയം പര്യാപ്തതയ്ക്ക് മുസ്ലിം വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾ തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങൾ 2008-2009 മുതൽ അന്നത്തെ LDF സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF സർക്കാർ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മുസ്ലിം വിദ്യാർത്ഥി സ്കോളർഷിപ്പ് എന്നത് ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് എന്ന് പേര് മാറ്റിയതും മുസ്ലിം ക്ഷേമ ഡിപ്പാർട്ട്മെന്റ് എന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്നാക്കി മാറ്റിയതും പേര് മാറ്റിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 80:20 എന്ന പുതിയ അനുപാതത്തിൽ 80% മുസ്ലിം, 20% ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് എന്ന പുനർനിർണയം നടത്തിയതുമാണ് 2021-22 ചൂടേറിയ 80:20 രാഷ്ട്രീയ വിവാദങ്ങൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത സാമുദായിക വർഗീയ ധ്രുവീകരണങ്ങൾക്കും അനീതികൾക്കും കേരളത്തിൽ വഴിമരുന്നിട്ടത്. ഇപ്രകാരം ഭരണവിരുദ്ധ, പിണറായി വിരുദ്ധ വികാരവും CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളും അതുവഴി ഉണ്ടായ ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണവും ചില പദ്ധതികളിലെ അഴിമതി കേസുകളും ആരോപണങ്ങളും കേരള പോലീസിലെ അന്യായ RSS സ്വാധീനവും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും എല്ലാം ചേർന്ന് പിണറായി സർക്കാരിന്റെ ഈ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് വഴിതെളിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ കാണിക്കുന്നത്. നമസ്തേ.